are the ones who make tomorrow come alive. Teresians rise. Consider the numbers between 100 and 300 which leave remainder 2 on division by 3. A. Which is the first number in this sequence? B. Which is the last number in this sequence? C. How many such numbers are there in this sequence? D. Find the sum of all the numbers in this sequence. 100നും 300നും ഇടയിലുള്ള നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന എല്ലാ ടേംസിനെയും ഒരു അർത്ഥമെറ്റിക് സീക്വൻസ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എ പാർട്ട് വിച്ച് ഈസ് ദി ഫസ്റ്റ് നമ്പർ, ഈ അർത്ഥമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ബിയിൽ ചോദിച്ചത് ലാസ്റ്റ് നമ്പർ, സീക്വൻസിലെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ്. സി ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ, ഈ സീക്വൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും, അതായത് നമ്പർ ഓഫ് ടേംസ്. ഡി ഫൈൻഡ് ദി സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദി സീക്വൻസ്. 100നും 300നും ഇടയിലുള്ള നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സിനാണ് 2 കിട്ടുന്നത്, 2 റിമൈൻഡർ വരുന്നത്, ആ എല്ലാ ടേംസിൻ്റെയും സമ്മ് അതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഡി പാർട്ടിൽ. നമുക്കിനി ആൻസേഴ്സ് നോക്കാം. എ പാർട്ടിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 100 ഡിവൈഡ് ബൈ 3 ചെയ്യണം. 100 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 1 ആണ്. അപ്പോൾ 2 റിമൈൻഡർ കിട്ടുന്നത് നെക്സ്റ്റ് നമ്പർ, അതായത് 100ന് കഴിഞ്ഞിട്ടുള്ള നമ്പർ 101. 101 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം between 100 and 300 which leave remainder 2 on dividing by 3 is 101. ബി പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേം ഏതാണോ ലാസ്റ്റ് ടേം 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്നത്. നമുക്ക് തന്നേക്കുന്നതിൽ 100നും 300ലും ഇടയിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് 300 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കാം. 300 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ആയിരിക്കും 2 റിമൈൻഡർ കിട്ടുന്നത്. അതായത് 3 വെച്ച് ഏത് നമ്പർ ഡിവൈഡ് ചെയ്താലും 0, 1, 2 ഈ 3 പോസിബിലിറ്റീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ 2 റിമൈൻഡർ കിട്ടുന്ന ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 300ന് തൊട്ട് മുമ്പുള്ള ടേം, അതായത് 299. അപ്പോൾ ഇവിടെ ദ ലാസ്റ്റ് നമ്പർ ബിറ്റ്വീൻ 100 and 300 വിച്ച് ലീവ് എ റിമൈൻഡർ 2 ഓൺ ഡിവൈഡിങ് ബൈ 3 ഈസ് 299. സി പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേംസ്, അതായത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ലാസ്റ്റ് ടേം അറിയാം, നമ്മൾ ബി പാർട്ടിൽ കണ്ടുപിടിച്ചു 299 ആണെന്ന്. അപ്പോൾ 299 എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കിയേ, dn പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു 299. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് ആ സീക്വൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഡിൻ്റെ സ്ഥാനത്ത്. 3n പ്ലസ് 101 മൈനസ് 3 ഈക്വൽ ടു 299. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 101, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിൻ്റെ സ്ഥാനത്ത് 3യും എഫിൻ്റെ സ്ഥാനത്ത് 101ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 3n ഈക്വൽ ടു 299 മൈനസ് 101 പ്ലസ് 3, ദാറ്റ് ഈസ് 3n ഈക്വൽ ടു 201. ദെൻ n ഈക്വൽ ടു 201 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 67. ഡി പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം നമുക്കറിയാം 101, ലാസ്റ്റ് ടേം 299, n നമ്മൾ സി പാർട്ടിൽ കണ്ടുപിടിച്ചു 67. ഇതിനെല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
67 divided by 2 into 101 plus 299, which is equal to 67 divided by 2 into 400, which is equal to 67 into 200. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 13,400 കിട്ടും. അതാണ് ഇവിടെ സം ഓഫ് ദി ടേംസ് എല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13,400. Second question. A. Write the common difference of the sequence with algebraic expression 3n plus 11. B. Write the seventh term of the sequence. C. Write the first natural number term of the arithmetic sequence 14 by 8, 17 by 8, 20 by 8, etc. എ പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കോമൺ ഡിഫറൻസ് ആണ്. നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതിനൊരു ക്ലൂ ആണ് തന്നിരിക്കുന്നത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ 3n plus 11. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ n equal to 1 ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അതായത് 3n plus 11, അതിൽ n equal to 1, അതായത് 3 into 1 plus 11, which is equal to 3 plus 11, which is equal to 14. ഫസ്റ്റ് ടേം 14 കിട്ടി. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ചെയ്യുമ്പോൾ n equal to 2 ചെയ്യണം. That is 3 into 2 plus 11, which is equal to 17. Second term we get 17. Then common difference is equal to second term minus first term, which is equal to 17 minus 14 equal to 3. Common difference 3 ആണ്. Arithmetic sequence-ന്റെ common difference 3 ആണെന്ന് കിട്ടി. എ പാർട്ട് ഫിനിഷായി. നമുക്ക് ബി പാർട്ട് നോക്കാം. സെവൻത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സെവൻത്ത് ടേം കണ്ടുപിടിക്കാൻ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ n equal to 7 ചെയ്ത് കൊടുത്താൽ മതി. 3 into 7 plus 11, which is equal to 21 plus 11, which is equal to 32. സെവൻത്ത് ടേം കിട്ടി, equal to 32. 3n plus 11 ഓൾജിബ്രിക് എക്സ്പ്രഷനുള്ള സീക്വൻസ് എന്ന് പറയുന്നത് 14, 17, 20, etc. ആണ്. നമ്മൾ കണ്ടുപിടിച്ചു. സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് 14 by 8, 17 by 8, 20 by 8, etc. ഈ ഒരു അത്തമാറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് നാച്ചുറൽ ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, etc. അങ്ങനെ പോകും. 14 by 8, 17 by 8 അതൊക്കെ നമുക്ക് ഒരു ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ. ദ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻ ദ സീക്വൻസ് 14, 17, 20, etc. is 32. അപ്പോൾ ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ടേം ഓഫ് ദി അർത്തമാറ്റിക് സീക്വൻസ് 14 by 8, 17 by 8, 20 by 8, etc. equal to 32 by 8, which is equal to 4. 8 ഏത് ന്യൂമറേറ്ററിനെയാണോ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നത്, ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് നമ്പർ ഓഫ് ടേം. ഇവിടെ ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നത് 32നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 32 divided by 8 ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ടേം എന്ന് പറയുന്നത് 4 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ. The sum of the first and 17th terms of an arithmetic sequence is 14. The sum of its first and 18th terms is 43. A. What is its common difference? B. What is the sum of its 7th and 11th terms? C. Find its 9th term. എ പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. ക്വസ്റ്റ്യനിലൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് 17th term is 40. First term equal to f. 17th term equal to f plus 16d. Then according to the question, f plus 16d equal to 40. അതായത് ഫസ്റ്റ് ടേം പ്ലസ് 17th term equal to 40. The next step is 2f plus 16d equal to 40. Let this be the equation 1. Then 18th term equal to f plus 17d. The next clue ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം പ്ലസ് 18th term is 43. അപ്പോൾ നമുക്ക് നോക്കാം. f plus 17d equal to 43, which is equal to 2f plus 17d equal to 43. Let this be the equation 2. ഈ രണ്ട് ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് d equal to 3 കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് 3 കിട്ടി. അതായിരുന്നു നമ്മുടെ എ പാർട്ട്.
നമുക്ക് ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് 7th and 11th ടേം, അതായത് 7th ടേം പ്ലസ് 11th ടേം. 7th ടേം എന്ന് പറയുന്നത് എഫ് പ്ലസ് 60 ആണ്. 11th ടേം എഫ് പ്ലസ് 10d ആണ്. ദെൻ 7th ടേം പ്ലസ് 11th ടേം ഈക്വൽ ടു എഫ് പ്ലസ് 60 പ്ലസ് എഫ് പ്ലസ് 10d which is equal to 2f plus 16d which is equal to 14 from the equation 1. സി പാർട്ടിൽ 9th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ 1ൽ 2f പ്ലസ് 16d ഈക്വൽ ടു 14 ആണെന്ന് അറിയാം. d ഈക്വൽ ടു 3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 2f പ്ലസ് 16 ഇൻറ്റു 3 ഈക്വൽ ടു 40. ദെൻ 2f പ്ലസ് 48 ഈക്വൽ ടു 40. ദെൻ നമുക്ക് 2f കണ്ടുപിടിക്കാം. 2f ഈക്വൽ ടു 40 മൈനസ് 48 which is equal to -8. Then f equal to -8 divided by 2 which is equal to -4. നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസും അറിയാം. ദെൻ 9th ടേമിൻ്റെ ഇക്വേഷൻ എഫ് പ്ലസ് 8d ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ -4 പ്ലസ് 88 ഇൻറ്റു 3 which is equal to -4 പ്ലസ് 24 which is equal to 20. നമുക്ക് 9th ടേം കിട്ടി 20. Fourth question. The fifth term of an arithmetic sequence is 38 and eighth term is 62. ക്വസ്റ്റ്യനിൽ ഫിഫ്ത്ത് ടേമും എയ്ത്ത് ടേമും മാത്രമേ ഈ സീക്വൻസിൽ തന്നിട്ടുള്ളൂ. ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 38 ആൻഡ് എയ്ത്ത് ടേം ഈക്വൽ ടു 62. എ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 100? വൈ? ഈ സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 100 ആയിരിക്കുമോ എന്നാണ് ബി ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആൻസറിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനകത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കോമൺ ഡിഫറൻസ് സാധാരണ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസാണ്. ബട്ട് ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ബൈ പൊസിഷൻസിൻ്റെ ഡിഫറൻസ്. കാരണം ഇവിടെ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്, എയ്ത്ത് ടേമും ഫിഫ്ത്ത് ടേമും. സോ ഫസ്റ്റ് വി ആർ ഫൈൻഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഈക്വൽ ടു 62 മൈനസ് 38 ഈക്വൽ ടു 24. ഇനി ആ ടേംസിൻ്റെ പൊസിഷൻസിൻ്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേം പൊസിഷൻസ് ഈക്വൽ ടു 8 മൈനസ് 5 ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേം പൊസിഷൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ബൈ 3 ഈക്വൽ ടു 8. ബി സബ് ക്വസ്റ്റ്യൻ, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ അത് 100 ആകുമോ ഇല്ലയോ എന്നാണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേം, ഏത് ടേമും ആവട്ടെ, ഏതെങ്കിലും രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ അത് എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. But 100 is not a multiple of 8. Therefore, the difference between any two terms of this arithmetic sequence cannot be 100. Fifth question. The sum of first n terms of an arithmetic sequence is n square plus 2n. A. What is the first term? B. Find the common difference. C. What is the sum of first 20 terms of this sequence? ക്വസ്റ്റ്യനകത്ത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ്, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഡി സബ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സം ഓഫ് കണ്ടിന്യൂസ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദ സീക്വൻസ് 3, 5, 7 എക്സെട്ര ആഡഡ് ടു 1 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഡി സബ് ക്വസ്റ്റ്യനകത്ത് സം ഓഫ് ഫസ്റ്റ് m ടേംസിനകത്തേക്ക് 1 ആഡ് ചെയ്യുമ്പം ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ആൻസറിനകത്തേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ടു ഫൈൻഡ് ദ ഫസ്റ്റ് ടേം വി ഗീവ് n ഈക്വൽ ടു 1.
So first term is equal to 1 square plus 2 into 1 equal to 1 plus 2 equal to 3. B sub question common difference കണ്ടുപിടിക്കാനാണ്. And then sum of first two terms കണ്ടുപിടിക്കുന്നു. Here n equal to 2. So sum of the first two terms is equal to 2 square plus 2 into 2 equal to 4 plus 4 equal to 8. Second term is equal to sum of first two terms minus first term, which is equal to 8 minus 3. Therefore second term is equal to 5. Common difference equal to second term minus first term equal to 5 minus 3 equal to 2. Third sub question sum of first 20 terms കണ്ടുപിടിക്കാനാണ്. So here n equal to 20. So sum of first 20 terms is equal to 20 square plus 2 into 20 is equal to 400 plus 40 equal to 440. D sub questionനകത്ത് പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് ഫസ്റ്റ് n ടേംസിനകത്ത് ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് പ്രൂവ് ചെയ്യണം. അതിനായി അരിത്തമെറ്റിക് സീക്വൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 3, 5, 7 etc. Sum of first n terms already given equal to n square plus 2n. We are adding 1 to this sum of first n terms. Therefore, it is equal to n square plus 2n plus 1, which is equal to n plus 1 whole square. കാരണം n square plus 2n plus 1 എന്നത് a square plus 2ab plus b square equal to a plus b whole square ഫോമിലാണ്. അതുകൊണ്ട് തന്നെ സം ഓഫ് ഫസ്റ്റ് n ടേംസിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്തപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ hence we proved that it is a perfect square. Sixth question, consider the arithmetic sequence 4, 7, 10, 13 etc. A. Write its algebraic expression. ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 4, 7, 10, 13 etc. അതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. B. Is 169 a term of the sequence? 169 എന്ന നമ്പർ ഈ സീക്വൻസിനകത്ത് ഒരു ടേം ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സി. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഓൾസോ എ ടേം ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്തെ ഏതൊരു സംഖ്യ സ്ക്വയർ ചെയ്താലും ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾജിബ്രാക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുവാണ്. സോ ഓൾറെഡി ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഗിവൺ. Therefore the first term x1 is equal to 4, second term x2 is equal to 7. Common difference D is equal to x2 minus x1 equal to 3. Algebraic expression for arithmetic sequence in a standard form xn equal to dn plus b ആണ്. xn എന്ന് പറയുന്നത് nth ടേമും d common difference n the number of the position plus b is the first term minus common difference ആണ്. We already have the common difference d. നമ്മളപ്പം d equal to 3 ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി b കണ്ടുപിടിച്ചാൽ മതി. b equal to first term minus common difference. Therefore b equal to x1 minus d equal to 4 minus 3 equal to 1. വാല്യൂ ഓഫ് d equal to 3യും b equal to 1ഉം നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. Therefore xn equal to 3n plus 1 ആണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 169 എന്ന് പറഞ്ഞ നമ്പർ ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഒരു ടേം ആണോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തണം. ആദ്യം തന്നെ 169 ഒരു ടേം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അസ്യൂമിങ് 169 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. Therefore xn equal to 169. The xn is equal to 3n plus 1 നമ്മൾ ഓൾറെഡി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. സോ 3n plus 1 equal to 169.
3n is equal to 168 and n equal to 168 divided by 3. Therefore, n equal to 56. Which proves that 169 is the 56th term of this sequence. See sub-question. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതൊരു ടേം സ്ക്വയർ ചെയ്താലും ആ സീക്വൻസിനകത്തൊരു ടേം തന്നെ കിട്ടും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 4, d ഈക്വൽ ടു 3, b ഈക്വൽ ടു 1 ഇതെല്ലാം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. xn ഈക്വൽ ടു 3n+1 ആണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഏതൊരു ടേമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 3n+1 ആണ്. അപ്പം സ്ക്വയർ ഓഫ് n ടേം ഈസ് ഈക്വൽ ടു 3n+1 ഹോൾ സ്ക്വയർ. 9n which is equal to 9n square plus 6n plus 1 equal to 3 പുറത്തെടുക്കുവാണ്. എന്താ കോമൺ ആയിട്ടുണ്ട് 9n സ്ക്വയറിനകത്തും 6n-നകത്തും. സോ 3 പുറത്തെടുക്കുമ്പോൾ 3 × 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. 3n സ്ക്വയർ പ്ലസ് 2n ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വാല്യൂ നമ്മൾ k ആയിട്ട് എടുക്കുവാണ്. therefore സ്ക്വയർ ഓഫ് എനി ടേം ഈസ് ഈക്വൽ ടു 3k പ്ലസ് 1. 3k പ്ലസ് 1 എന്നുള്ളത് xn ഈക്വൽ ടു 3n+1 ഫോം തന്നെയാണ്. ഏതൊരു ടേമും 3n+1 ഫോമിലായിരിക്കും എന്നാണ് നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ സ്ക്വയർ ഓഫ് എനി ടേം ഈക്വൽ ടു 3k പ്ലസ് 1 ഫോം ആയിരിക്കും. രണ്ടും സെയിം ഫോം ആയതുകൊണ്ട് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഹെൻസ് proved.